ആ ചെയ്തേടാ ചെയ്തേ. അയ്യോ ആൻസർ ഇവിടെ കിടക്കുകയായിരുന്ന. ആ ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ഓക്കെ. ആ അല്ലെങ്കിൽ തന്നെ നിനക്ക് അറിയായിരുന്നല്ലോടാ, അല്ലെങ്കിൽ നിനക്ക് അറിയായിരുന്നല്ലോ ഏതാ ആൻസർ വരുന്നേ. ആ ഏത് ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ, ഏത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കുട്ടികളെ? ആ മധ്യപ്രദേശാണല്ലേ, മധ്യപ്രദേശാണ്. അതിൽ നമുക്ക് ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. മധ്യപ്രദേശാണ്, മധ്യപ്രദേശാണ്. ഓക്കെ ഓക്കെ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കുകയാണ്, ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാലോ? ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചാലോ കുട്ടികളെ? ശതമാന അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് നമുക്കിവിടെ ചോദിക്കുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാവ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ഫോറസ്റ്റ് കവർ ഇൻ ഇന്ത്യ. അതായത് ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് എവിടെ നിന്നാണ്? അത് മധ്യപ്രദേശിലാണ്, മധ്യപ്രദേശിലാണ്. ഇനി ശതമാന അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് ഏതാ കുട്ടികളെ? ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് മിസോറാമിലാണ് കേട്ടോ. മിസോറാമിലാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്, മിസോറാമിലാണ്. ഏറ്റവും കുറവ് വനഭൂമി എവിടെയാണ് കുട്ടികളെ? ഏറ്റവും കുറവ് കാശ്മീരിന്റെ പറഞ്ഞുതരാം. ഏറ്റവും കുറവ് വനഭൂമി എവിടെയാണ് കുട്ടികളെ? ഏറ്റവും കുറവ് വനഭൂമി അരുണാചൽ പ്രദേശ് അല്ല. ഏറ്റവും കുറവ് വനഭൂമി ഹരിയാനയിലാണ്. ഏറ്റവും കുറവ് വനഭൂമി എവിടെയാണ്? ഹരിയാനയിലാണ് കേട്ടോ, ഹരിയാനയിലാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്, ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ മിസോറാം, ഏറ്റവും കുറവ് ഹരിയാനയാണ്. ഓക്കെ. ഇനി യൂണിയൻ ടെറിട്ടറി ചോദിക്കുകയാണെങ്കിൽ ആൻഡമാൻ ആണോ കുട്ടികളെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്? ഏറ്റവും കൂടുതലുള്ള ആൻഡമാൻ ആണോ? ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഏറ്റവും കൂടുതലുള്ളത് ജമ്മു കാശ്മീരിലാണ്. ഓക്കെ. ഏറ്റവും കുറവ് വരുന്നത് എവിടെയാണ്? ഏറ്റവും കുറവ് വരുന്നത് എവിടെയാണ്? ഏറ്റവും കുറവ് വരുന്നത് അറിയോ? ഏറ്റവും കുറവ് വനഭൂമിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഏറ്റവും കുറവ് വനഭൂമിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ കുട്ടികളെ? ഏറ്റവും കുറവ് വനഭൂമിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ് ആണ് കേട്ടോ. ചണ്ഡീഗഡ് ആണ് ഏറ്റവും കുറവ് വനഭൂമിയുള്ള കേന്ദ്രഭരണ പ്രദേശം. ചണ്ഡീഗഡാണ് ഏറ്റവും കുറവ് വനഭൂമിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ കുട്ടികളെ? ചണ്ഡീഗഡാണ് ഏറ്റവും കുറവ് വനഭൂമിയുള്ള കേന്ദ്രഭരണ പ്രദേശം. ചണ്ഡീഗഡാണ് കേട്ടോ. ഇനി നിങ്ങളിത് കേരളവും കൂടെ പഠിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ്. ശതമാനാടിസ്ഥാനത്തിലോ? കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ വയനാടാണ്. വയനാടാണ്. അതുപോലെ തന്നെ കേരളത്തില് ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ പത്തനംതിട്ടയിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ. ഇനി ഇത് പറഞ്ഞേ, ഏറ്റവും കുറവ് വനം എവിടെയാണ്? ഏറ്റവും കുറവ് വനഭൂമി, ഏറ്റവും കുറവ് വനം എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഏറ്റവും കുറവ് വനം എന്ന് ചോദിച്ചാലും, ഏറ്റവും കുറവ് റിസർവ് വനങ്ങൾ എന്ന് ചോദിച്ചാലും, ഏതാണ് കുട്ടികളെ? അത് ആലപ്പുഴയാണ്. ഓക്കെ. കേരളത്തിന് 3 ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന രീതിയിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഏത് ജില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ അത് വയനാടാണ്. ഓക്കെ. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വയനാടാണ്. ഓക്കെ. റിസർവ് വനങ്ങൾ കൂടുതൽ പത്തനംതിട്ടയാണ്. റിസർവ് വനങ്ങൾ കുറവ് ആലപ്പുഴയിലും, വനഭൂമി കുറവ് ആലപ്പുഴയിലുമാണ് കേട്ടോ. കരിം ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നറിയോ? നമ്മുടെ കാസർഗോഡ് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ആണ് കരിം ഫോറസ്റ്റ്. അത് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കരിം ഫോറസ്റ്റ്. അതല്ലേ ഉദ്ദേശിച്ചത്?
ഓക്കെ. അത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, ശരി. ഇനി 2 ചോദ്യം, അത് ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ റിസർവ്, ഏറ്റവും ആദ്യത്തെ റിസർവ് വനം ഏതെന്നിട്ട് കോന്നിയാണ് കേട്ടോ. കോന്നി റിസർവ് വനമാണ് ആദ്യത്തേത്. കോന്നി കേട്ടോ, കോന്നി 1888 കോന്നിയെ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി പത്തനംതിട്ടയാണ്. കോന്നി പത്തനംതിട്ടയാണ്. ഏറ്റവും വലിയ റിസർവ് വനം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ റിസർവ് വനം ഏതാ കുട്ടികളെ? ഏറ്റവും വലിയ റിസർവ് വനം റാന്നിയാണ്. റാന്നിയും പത്തനംതിട്ടയാണ്. ഇതൊക്കെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ റിസർവ് വനം കോന്നി പത്തനംതിട്ട 1888. ഏറ്റവും വലിയ റിസർവ് വനം റാന്നിയാണ്. റാന്നി പത്തനംതിട്ട. ഇനി ഏറ്റവും ചെറിയ റിസർവ് വനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാ കുട്ടികളെ? ഏറ്റവും ചെറിയ റിസർവ് വനം ഏതാണ്? ഏറ്റവും ചെറിയ റിസർവ് വനമാണ് വിയ്യാപുരം അല്ലെ? വിയ്യാപുരം ആലപ്പുഴ ജില്ലയിലെ വിയ്യാപുരമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ റിസർവ് വനം. ആലപ്പുഴ ജില്ലയിലെ വിയ്യാപുരമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ റിസർവ് വനം കേട്ടോ. ഓക്കെ, ഇത് എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നല്ല ഒരു ചോദ്യമാണ്. ഓക്കെ, എല്ലാവരും ചെയ്യുക. മലയാളം മാത്രം വായിച്ചു പോയാൽ മതി. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം കുട്ടികളെ. നീതി ആയോഗിൻ്റെ പങ്ക് കേട്ടോ. ഓക്കെ, നീതി ആയോഗ് ആസൂത്രണവും തീരുമാനങ്ങളെടുക്കലും കേന്ദ്രീകരിക്കുന്നു. നയപരമായ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരം കുറയ്ക്കുന്നു. ഉണ്ടോ അങ്ങനെ? സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തെ നീതി ആയോഗ് കുറയ്ക്കുന്നുണ്ടോ കുട്ടികളെ? ഇല്ല, സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തെ നീതി ആയോഗ് കുറയ്ക്കുന്നില്ല. അടുത്ത്, നീതി ആയോഗ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശിക അസമത്വങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. പ്രാദേശിക അസമത്വങ്ങളെ അവഗണിക്കുന്നുണ്ടോ? ഇല്ല, പരിഗണിക്കുന്നു. പ്രാദേശിക അസമത്വങ്ങളെ പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. ഓക്കെ, വളരെ അത് ശരിയല്ലേ? അതായത് നമ്മൾ അതൊരു വാക്കിലൂടെ പഠിക്കുന്നുണ്ട് അല്ലേ? നമ്മളൊരു വാക്കിലൂടെ പഠിക്കുന്നുണ്ട്. എന്താണ് ആ വാക്ക്? നീതി ആയോഗുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാക്ക് പഠിക്കുന്നുണ്ട്. എന്താണ് കുട്ടികളെ? സഹകരണ ഫെഡറലിസം അല്ലേ? സഹകരണ ഫെഡറലിസം അല്ലേ? സഹകരണ ഫെഡറലിസം എന്ന വാക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ഈ സംസ്ഥാനങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ ഫെഡറലിസം എന്നുള്ള കാര്യം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ പഠിച്ചിരിക്കാം. വികസനത്തിൽ ഏകീകൃതത ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ആലോചിക്കാതെ നയങ്ങൾ നടപ്പിലാക്കുന്നതിലാണ് നീതി ആയോഗിന്റെ പ്രാഥമിക ശ്രദ്ധ. മനസ്സിലായോ? അപ്പൊ അത് തെറ്റാണല്ലേ? അത് തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണ്. സംസ്ഥാനങ്ങളുമായി നിങ്ങൾക്കത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അല്ലേ? കാരണം നീതി ആയോഗിന്റെ ഘടന എങ്ങനെയാണ്? നീതി ആയോഗിന്റെ ഘടനയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികളെ? നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് മാത്രം തീരുമാനം എടുക്കുന്ന ഒരു സമിതിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ഒരു നീതിയുടെ ഘടന ജസ്റ്റ് നിങ്ങൊന്ന് പറഞ്ഞു. എങ്ങനെയാണ് നീതിയുടെ ഘടന ഒന്ന് പറഞ്ഞു കുട്ടികളെ? ഘടന ഒന്ന് പറഞ്ഞു കണ്ട നമുക്ക് ചോദിക്കുന്നതാണ്. ഘടന അധ്യക്ഷൻ ആരാ കുട്ടികളെ? നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ ആണല്ലേ? നീതി ആയോഗിന്റെ അധ്യക്ഷൻ. ഓക്കെ, അടുത്ത് ഉപാധ്യക്ഷൻ ഉണ്ടാവും അല്ലെ? പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും അല്ലെ? പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണ്.
ഇനി ഓഫീസ് മാനേജ്മെന്റ് നടത്തുന്നത് ആരാണ് കുട്ടികളെ? നീതി ആയോഗിന്റെ ഓഫീസ് മാനേജ്മെന്റ് നടത്തുന്നത് ആരാണ്? നീതി ആയോഗിന്റെ ഓഫീസ് മാനേജ്മെന്റ് നടത്തുന്നത് സിഇഒ ആയിരിക്കും അല്ലെ? സിഇഒ ആയിരിക്കും. സിഇഒ എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ? സിഇഒ എന്ന് വെച്ചാൽ എന്താണ്? സിഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് അല്ലേ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സിഇഒ എന്ന് പറയുന്നത് അല്ലേ? സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ, ക്ലിയർ ആണ്. ഈ സിഇഒ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് സിഇഒ അപ്പോയിന്റ് ചെയ്യുന്നത്? സിഇഒ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ കുട്ടികളെ? സിഇഒ അപ്പോയിന്റ് ചെയ്യുന്നതും പ്രൈം മിനിസ്റ്റർ ആണ്. സിഇഒ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പറയേണ്ടത് കുട്ടികളെ ഭരണസമിതി. ആ ഭരണസമിതി നമ്മൾ ഗവേണിംഗ് കൗൺസിൽ എന്നാണ് പറയുന്നത്. നീതി ആയോഗിന്റെ ഭരണസമിതി നമ്മൾ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയും. മനസ്സിലായോ? നീതി ആയോഗിന്റെ ഭരണസമിതിയെ നമ്മൾ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. ആരാണ് അതില് ഗവേണിംഗ് കൗൺസിലിൽ വരുന്നത് ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഭരണസമിതിയിൽ വരുന്നത് ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ കുട്ടികളെ, അത് എല്ലാ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാര്, പിന്നെ യൂണിയൻ ടെറിട്ടറികളുടെ ലഫ്റ്റനന്റ് ഗവർണർമാര്, പിന്നെ പ്രത്യേക ക്ഷണിതാക്കളും വരും കേട്ടോ. വളരെ പ്രത്യേക ക്ഷണിതാക്കളും വരും കേട്ടോ. പ്രത്യേക ക്ഷണിതാക്കളും എന്തിൽ അംഗമാണ്? ഭരണസമിതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവേണിംഗ് കൗൺസിലിൽ അംഗമാണ് കേട്ടോ. ഗവേണിംഗ് കൗൺസിൽ അംഗമാണ്. മനസ്സിലായോ? ഇനി അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. അനൗദ്യോഗിക അംഗങ്ങളായിട്ട് വരുന്നത് ആരെന്നറിയാമോ കുട്ടികളെ? അൺഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളായിരിക്കും കേട്ടോ. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളായിരിക്കും അൺഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളായിരിക്കും അൺഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളായിരിക്കും കേട്ടോ. മനസ്സിലായോ കുട്ടികളെ? ഓക്കെ, അപ്പം ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും. അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. കൃഷ്ണേന്ദുവിന് SI പ്രിലിംസ് കിട്ടിയ കൃഷ്ണേന്ദു വെള്ളം എവിടെ? ഞാൻ അപ്ലൈ ചെയ്തില്ല. അത് അപ്ലൈ ചെയ്യാത്തത് എനിക്ക് അത്രയും ഹൈറ്റ് ഇല്ല. പിന്നെ എങ്ങനെ പോലീസ് എഴുതാൻ പറ്റി? പോലീസിനെക്കാളും ഹൈറ്റ് കുറവല്ലേ SIക്ക് വേണ്ടത്? അല്ല, പോലീസിനെക്കാളും ഹൈറ്റ് കുറവല്ലേ SIക്ക് വേണ്ടത്? അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. കൂടുതലാണോ? അവിടെ തിരിച്ചാണോടാ ഷെയ്ൻഷാ? SIക്കല്ലേ കുറവ്? തിരിച്ചാണ്. അത് ചെക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു ഓർമ്മ വെച്ച്, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് SIക്ക് ഹൈറ്റ് കുറവ് മതി എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്യണേ നിങ്ങൾ. ശരി കുട്ടികളെ. അപ്പം ഇത്രയാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്. SI കൂടുതലാണോ? കോലെടുത്തോ. വുമൻസ് SI ആണോ കൂടുതൽ ആണെന്നാ എന്നോട് പറഞ്ഞത്. അപ്പം മറ്റത് തിരിച്ചാണ്, ജെൻസിന് തിരിച്ചാണ്. എന്താ നോക്കാം. അപ്പോൾ വളരെ അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ, പിന്നെ അധ്യക്ഷൻ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാകും. അതായത് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉപാധ്യക്ഷനും പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു CEO ഉണ്ടായിരിക്കും. നീതി ആയോഗിന്റെ ഓഫീസ് മാനേജ്മെന്റ് ചെയ്യുന്ന ആരെന്നിട്ടാൽ അത് CEO ആണ് കേട്ടോ. CEO ആണ് ഓഫീസ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ടായിരിക്കും. ആ ഭരണസമിതിയിൽ മുഖ്യമന്ത്രിമാരും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രത്യേക ക്ഷണിതാക്കളും ഉണ്ടാകും. പിന്നെ നമ്മൾ പറഞ്ഞു അനൗദ്യോഗിക അംഗങ്ങളായിട്ട് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗങ്ങളും ഉണ്ടാവും. കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനത്തെ ഇല്ല നിയമസമിതി ചെയർമാൻമാർ വരത്തില്ല. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർക്ക് ഇതിൽ അംഗത്വം ഉള്ളത് കൊണ്ട് തന്നെ അവരോട് കൂടി ആലോചിച്ചിട്ടായിരിക്കും നീതി ആയോഗ് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് കുട്ടികളെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോന്നായിട്ടൊന്ന് ഓർത്ത് പറഞ്ഞേ. എന്താണ്?
വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്യണം കുട്ടികളെ? ഒന്നാമത്തെ ലക്ഷ്യമായി നിങ്ങൾ പഠിക്കേണ്ടത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്യുക? സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്യുക കുട്ടികളെ? കുറയ്ക്കുക. ഇതിട്ടാണ് എല്ലാവരെയും പറ്റിക്കുന്നത്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. ഓക്കെ, ഇനി അടുത്ത് നീതി ആയോഗിന്റെ മറ്റൊരു ലക്ഷ്യമാണ് പ്രബല മധ്യവർഗത്തെ ഉപയോഗപ്പെടുത്തി സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക. അല്ലെ, സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക. പ്രബല മധ്യവർഗത്തെ ഉപയോഗപ്പെടുത്തി സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക. ഓക്കെ, ഇനി പ്രവാസി ഇന്ത്യക്കാരെ നമ്മൾ എന്തിനു ഉപയോഗിക്കണം കുട്ടികളെ? പ്രവാസി ഇന്ത്യക്കാരെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. അല്ലെ, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനങ്ങൾ സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക. എന്ത് ചെയ്യുക കുട്ടികളെ? ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇനി കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടല്ലേ പിള്ളേരെ? കാർഷിക മേഖലയെ എങ്ങനെ? മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ. എന്താണ് കുട്ടികളെ? മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ എന്ത് ചെയ്യുക? പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ഓക്കെ, കോൾ എടുത്തു. അടുത്ത നാലാമത്തെ പോയിന്റ് എന്താ? അഞ്ചാമത്തെ പോയിന്റ് എന്താ? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അല്ലെ, ഓക്കെ, അതുപോലെ തന്നെ ആഗോള ഇടപെടലുകളെയും വിപണി ശക്തികളെയും അല്ലെങ്കിൽ ആഗോള മാറ്റങ്ങളെയും വിപണി ശക്തികളുടെയും ഇടപെടലുകളെയും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളെയും വിപണി ശക്തികളുടെ ഇടപെടലുകളെയും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അതായത് മൊത്തത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് കൊണ്ടുപോകരുത്. വിപണി ശക്തികളുടെ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് കൊണ്ടുപോകരുത്. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങളിത് ഇത്രയും പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് മുമ്പ്. ഒന്നുകൂടെ മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ പിള്ളേരെ. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഓക്കെ അല്ലേ? ഇത് ചോദിക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ചോദിക്കുക പിള്ളേരെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നീതി ആയോഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമുണ്ട്. അതിന്റെ പേരെന്താ കുട്ടികളെ? അറിയോ ആർക്കെങ്കിലും? ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട്, അതായത് മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നീതി ആയോഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമുണ്ട്. ഇവിടെ അതിന്റെ പേരാണ് NIL. ERD. എന്തെന്നറിയോ? NIL ERD എന്തെന്നറിയോ? അതിന്റെ പൂർണ്ണരൂപം അറിയാവോ? എളുപ്പമാണ്. NI എന്താണ് കുട്ടികളെ? NI എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. മനസ്സിലായോ? എളുപ്പമാണ്. എടുത്തോ വളരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് NILERD. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നീതി ആയോഗിന്റെ കീഴിൽ മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് NILERD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച്. എടുത്തോ, എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, മനസ്സിലായോ? ഇനി നീതി ആയോഗിന് ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഉണ്ട്. നീതി ആയോഗിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഉണ്ട്. എന്തെന്നറിയോ കുട്ടികളെ? നീതി ആയോഗിന്റെ അറ്റാച്ച്ഡ് ഓഫീസിന്റെ പേര്, നീതി ആയോഗിന്റെ അറ്റാച്ച്ഡ് ഓഫീസിന്റെ പേരാണ് DMEO എന്ന കുട്ടികളെ. DMEO എന്താ പറഞ്ഞ? DMEO എന്താണ്? DMEO പിള്ളേർ, DM എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസർ. ഇവാലുവേഷൻ ഓഫീസ്. മനസ്സിലായോ കുട്ടികളെ? എന്നുവെച്ചാൽ നമ്മളെ സർക്കാർ നയങ്ങളെയും സർക്കാർ പരിപാടികളെയും എല്ലാം മോണിറ്റർ ചെയ്യുന്ന നീതി ആയോഗിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓഫീസാണ് എന്ന് പറയുന്ന കുട്ടികളെ DMEO എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളോട് നിങ്ങൾ പഠിച്ചിരിക്കുക. NILERD എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് എൻ്റെ പേര്. ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് നീതി ആയോഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് NILERD. ഓക്കെ, DMEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് എന്നാണ്. സർക്കാർ നയങ്ങളെയും അതുപോലെ തന്നെ എന്താ പറഞ്ഞ കുട്ടികളെ, നമ്മുടെ ഗവൺമെന്റ് പരിപാടികളെയും മോണിറ്റർ ചെയ്യുന്നത് DMEO ആണ്. ഇത് രണ്ടും നീതി ആയോഗിന്റെ കീഴിൽ വരുന്നതാണ്. മനസ്സിലായോ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് പിള്ളേരെ, ശൂന്യ ക്യാമ്പയിൻ പഠിച്ചിട്ടുണ്ടല്ലേ? ശൂന്യ ക്യാമ്പയിൻ, അതൊന്ന് ഓർത്തോണം. ശൂന്യ ക്യാമ്പയിൻ എന്താണ്? ശൂന്യ ക്യാമ്പയിൻ അത് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളല്ലേ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നീതി ആയോഗിന്റെ പരിപാടിയാണ് ശൂന്യ ക്യാമ്പയിൻ അല്ലേ? ശൂന്യ ക്യാമ്പയിൻ, സീറോ പൊല്യൂഷൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എന്ന് പറയുന്ന ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ശൂന്യ ക്യാമ്പയിൻ അല്ലേ? ഓക്കെ, ഈ അമൃത് എന്താണ്? ഈ അമൃതം നീതി ആയോഗിന്റെ പദ്ധതി തന്നെയാണ്. ഈ അമൃത് അറിയോ? എടാ, ഈ അമൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കുട്ടികളെ ഡീകാർബണൈസേഷൻ ത്വരിതപ്പെടുത്തൽ. കേട്ടോ, അതായത് ഈ ഡീകാർബണൈസേഷൻ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നീതി ആയോഗ് UK ഗവൺമെന്റുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ഈ അമൃത് എന്ന് പറയുന്നത്. ഈ അമൃത്. ഓക്കെ, ക്ലിയർ ആണല്ലോ കുട്ടികളെ? അതായത് നമ്മുടെ ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ എമിഷൻ കുറച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആരംഭിച്ചിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ഈ അമൃത് എന്ന് പറയുന്നത്. ശൂന്യ ക്യാമ്പയിനും ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കേട്ടാ, ഈ കാരണം സീറോ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണം കുറച്ച് സീറോ പൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ശൂന്യ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതും ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്. അതുപോലെ തന്നെ ഈ വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ എമിഷൻ അല്ലെങ്കിൽ ഈ കാർബണിന്റെ അളവ് കുറച്ചിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി UK ഗവൺമെന്റുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്ന കുട്ടികളെ ഈ അമൃത് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായല്ലോ? ഓക്കെ, ഈ ചോദ്യം ചെയ്തേ. സുപ്രീം കോടതി ഉപദേശാധികാരം രാഷ്ട്രപതി ആർട്ടിക്കിൾ 143.
പിള്ളേരെ, ഇനി പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിന്റെ സവിശേഷത അല്ലാത്തത്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷത അല്ലാത്തതെന്നാണ് ചോദ്യം. പിള്ളേരെ, വ്യാപാരത്തിന്റെയും നിക്ഷേപത്തിന്റെയും ഉദാരവൽക്കരണം, അല്ലെ? വ്യാപാരത്തിന്റെ നിക്ഷേപത്തിന്റെയും ഉദാരവൽക്കരണം ശരിയാണ്. ഓക്കെ. അടുത്ത, പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം, അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? അവിടെ പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ഇല്ല. പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം അങ്ങനെ ഒരു കാര്യം ഇല്ല. ഓക്കെ, അപ്പൊ അത് തെറ്റ്. അടുത്ത്, ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച, അതുണ്ടോ? ഇത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ ഡീവാല്യൂഷൻ എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യച്യുതി എന്നോ ചോദിച്ചാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഡൗട്ട് വരരുത്. നമ്മൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ രൂപയുടെ വാല്യൂ നമ്മൾ കുറച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി എന്ന് കേട്ട് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളെ? വിദേശ നാണയം ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടല്ലേ? വിദേശ നാണയം ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? ഈ പറയുന്ന ഇന്ത്യൻ രൂപയുടെ വാല്യൂ നമ്മൾ കുറച്ചിട്ടുണ്ട്. മൂല്യച്യുതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത്, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം. അതും ശരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ, നിങ്ങളുടെ ചോദിക്കുകയാണ്, നിങ്ങൾ ഉദാരവൽക്കരണത്തിന് നിർവചനം എഴുതുക. ഉദാരവൽക്കരണത്തിന്റെ നിർവചനം ഒന്ന് പറഞ്ഞേ. ഉദാരവൽക്കരണത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളെ കൊണ്ടാ പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, പിള്ളേരെ ശ്രദ്ധിച്ച് കേട്ടോണേ. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ, എവിടെ വേന പിള്ളേരെ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും കുറയ്ക്കുക. ഓക്കെ, അതാണ് ഉദാരവൽക്കരണം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതായത് ഈ പറയുന്ന വ്യാവസായിക മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ വ്യാപാര മേഖലയിലായിക്കോട്ടെ, അവിടെയുള്ള അങ്ങനെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലുകളും നിയന്ത്രണങ്ങളും കുറയ്ക്കുക എന്നതാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ? ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കുറയ്ക്കുക എന്ന വാക്ക് മാറ്റിയിട്ട് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകളും നിയന്ത്രണങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് നവ ഉദാരവൽക്കരണം അല്ലേ? നവ ഉദാരവൽക്കരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി എന്താണ് സ്വകാര്യവൽക്കരണം? സ്വകാര്യവൽക്കരണ ഡെഫിനിഷൻ പറഞ്ഞേ. സ്വകാര്യവൽക്കരണത്തിന്റെ ഡെഫിനിഷൻ. പിള്ളേരെ, സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ അതായത് സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നൊരു വാക്ക് വരികയാണെങ്കിൽ നിയന്ത്രണങ്ങളും ഇടപെടലുകളും കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഉദാരവൽക്കരണവും, പങ്കാളിത്തം അല്ലെങ്കിൽ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വകാര്യവൽക്കരണവുമാണ്. മനസ്സിലായ? പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളത് സ്വകാര്യവൽക്കരണമാണ്. അതായത് പങ്കാളിത്തം കുറച്ചുകൊണ്ട് ഉടമസ്ഥാവകാശവും നടത്തിപ്പ് അവകാശവും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ പങ്കാളിത്തം കുറയ്ക്കുക സ്വകാര്യവൽക്കരണമാണ് പിള്ളേരെ. മനസ്സിലായ? ഇടപെടലുകളും നിയന്ത്രണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണവും, പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് കുട്ടികളെ? അത് സ്വകാര്യവൽക്കരണവുമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്, ഒരുപാട് പേർക്ക് തെറ്റുന്നൊരു കാര്യമാണ്. ഇടപെടലുകളും നിയന്ത്രണങ്ങളും കുറയ്ക്കുക എന്നുള്ളത് ഉദാരവൽക്കരണം, പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണം ചോദിക്കും.
ഓക്കെ. ആ, വിദേശ രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് വിപണികൾ ആരംഭിക്കാനും നമ്മുടെ രാജ്യത്ത് വിപണി നടത്താനും അനുവദിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന രാജ്യം നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുറന്നു കൊടുക്കുന്നു. മനസ്സിലായ? ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള അനുമതിയും മറ്റും നൽകിക്കൊണ്ട് അത് തുറന്നു കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലായ? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? രാജ്യം മുഴുവൻ ഒരു മാർക്കറ്റായി മാറില്ല അല്ലെ? ലോകം മുഴുവൻ ഒരു മാർക്കറ്റായി മാറും. നമ്മുടെ രാജ്യത്തിനകത്ത് വന്നിട്ട് കച്ചവടം നടത്താനും നമ്മുടെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും എല്ലാം നമ്മൾ എന്ത് ചെയ്യും കുട്ടികളെ? ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളെ അനുവദിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നന്നായിട്ട് മനസ്സിലായിക്കോണേ. ഒന്നുകൂടെ പറഞ്ഞു നന്നായിട്ട് മനസ്സിലായിക്കോണേ കുട്ടികളെ. ഓക്കെ, ക്ലിയർ ആണ്, നോക്കിക്കോണേ. പിള്ളേരെ, സാമ്പത്തിക പ്രവർത്തനത്തിൽ ഞാൻ പറഞ്ഞുതരാം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകളും നിയന്ത്രണങ്ങളും കുറയ്ക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. സർക്കാർ ഇടപെടലുകളും സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളും കുറയ്ക്കുന്നതിനെ ഉദാരവൽക്കരണം എന്ന് പറയും. എന്നാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകളും നിയന്ത്രണങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനെ നവ ഉദാരവൽക്കരണം എന്ന് പറയും. പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് എന്ത് പറയും കുട്ടികളെ? നവ ഉദാരവൽക്കരണം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണ്? കിട്ടിയല്ലോ? അത് കിട്ടി. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചുകൊണ്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നടത്തിപ്പവകാശമോ ആർക്ക് നൽകുന്നത്? സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത് കുട്ടികളെ? സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഈ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ഞാൻ പിന്നെ പറയാം. ഇനി ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് മൂലധന നിക്ഷേപം നടത്താനും നമ്മുടെ രാജ്യത്ത് വ്യാപാരവും ഇറക്കുമതിയും വ്യാപാര വാണിജ്യ പ്രവർത്തനം നടത്താനും നമ്മൾ മറ്റ് രാജ്യങ്ങളെ അനുവദിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ അല്ലേടാ പിള്ളേരെ? ഓക്കെ ആണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ലൈസൻസിങ് നടപടികൾ ഉദാരമാക്കിയത് ആഗോളവൽക്കരണത്തിന്റെ ലൈസൻസിങ്, അതായത് ഇറക്കുമതിക്കുള്ള ലൈസൻസും മറ്റുമൊക്കെ എന്ത് ചെയ്തു കുട്ടികളെ? ലൈസൻസിങ് മറ്റുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് ഇന്ന് പഠിക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഒരു ബാച്ചിന് എന്തോ ഞാൻ എടുത്ത് തന്നിട്ടുണ്ട്, നേരത്തെ തുടങ്ങിയ ബാച്ചിന് ഞാൻ എടുത്ത് തന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു ഈ ഉദാരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ അതിൻ്റെ PDF ഇന്ന് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നാളത്തെ SCയുടെ റിവിഷൻ കൂട്ടത്തിൽ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തി തരാം. ഓക്കെ, അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതൊക്കെ മേഖലയിലാണ് പരിഷ്കരണം എന്ന് പറയുന്നത്? ഈ PDF പേജ് നമ്പർ കറക്റ്റാക്കി ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാൻ പിള്ളേരെ, ഞാൻ നിൽക്കാൻ പോലും സമയമില്ല അതിൻ്റെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എഴുച്ച ഉടനെ ഞാൻ അടുത്ത് പോയി കയറുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിലാണ്. അവിടെ നിന്ന് വന്ന് വീണ്ടും ഓൺലൈനിലാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായ? അതിൻ്റെയൊക്കെയാണ്. ഓക്കെ, എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണത്. അപ്പം കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് അപ്പുറം നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്പുറം നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ PDFൻ്റെ അത് തൊട്ട് മുകളിലാണ്. നിങ്ങൾ ആദ്യം ഒന്ന് മൊത്തം ഓടിച്ച് നോക്കണം കേട്ടോ. മൊത്തം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? മനസ്സിലായ? അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഈ ബാച്ചുകളൊക്കെ കുറയ്ക്കാൻ പോകും. കാരണം എനിക്ക് ഭയങ്കര പ്രഷർ, എന്നെ കൊണ്ട് പറ്റണില്ല. ഞാൻ ഇനി കുറയ്ക്കാൻ പോവാ. ഞാൻ ഇനി ഡിഗ്രി ലെവലിലോട്ട് ഞാൻ തിരിഞ്ഞേ പോകണില്ല. അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നതാ ഡിഗ്രി. കാരണം ഡിഗ്രി ലെവൽ ഭയങ്കര പാടാ കേട്ടോ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് തിരിച്ചൊന്ന് മൊത്തത്തിൽ നിന്ന് ഓടിച്ചാൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും. അത് PDF ആക്കണ സമയത്തേടാ, അത് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോകും. അതുകൊണ്ടാണ് സംഭവിക്കുന്നത് കേട്ടോ.
ക്ലിയർ ആണ്. ഓക്കെ, ശരി. നോക്കിയോ പിള്ളേരെ, അപ്പം നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഞാൻ പരമാവധി ഇനി അത് മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ ഇടാം കേട്ടോ. ഞാൻ പറയുന്നേ ഉള്ളൂ, അങ്ങനെ എന്തുകൊണ്ടാണ് വരണമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി. അപ്പോൾ പിള്ളേർ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വീണ്ടും പോയി, എന്തോ പറഞ്ഞു വന്നല്ല. ഇനി പെട്ടെന്ന് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ഈ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഈ കുറച്ച് മേഖലകളിൽ പരിഷ്കരണങ്ങൾ വരുന്നത്. പരിഷ്കരണങ്ങൾ കേട്ടോ, ഏതൊക്കെ മേഖല എന്നിട്ടാൽ വ്യവസായ മേഖലയിൽ പരിഷ്കരണങ്ങൾ വന്നു, അതുപോലെ തന്നെ ധനകാര്യ മേഖലയിൽ പരിഷ്കരണങ്ങൾ വന്നു, നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഷ്കരണങ്ങൾ വന്നു. ഞാൻ ഇതാണ് പറഞ്ഞത്, ഞാൻ ഇത് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വായിക്കാനായിട്ട് എൻ്റെ PDF ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം, ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചോദിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണമാണ്. ഒന്ന് BOT-യും അതുപോലെ തന്നെ നമ്മുടെ BOT-യും PPP കേട്ടോ. ഇത് രണ്ടും സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് പരീക്ഷ ചോദിക്കുന്നുണ്ട്, BOT-യും PPP-യും. BOT എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ആണ് BOT അല്ലേ, BOT. PPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നാണ് PPP വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അതുപോലെ ഈ പറയുന്ന പുറംപണി കരാറെന്നോ ഔട്ട്സോഴ്സിംഗ് എന്നോ ചോദിക്കുകയാണെങ്കിൽ, അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളെ? അത് ആഗോളവൽക്കരണമാണ് കേട്ടോ, ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ് പുറംപണി കരാർ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഓക്കെ, അപ്പം വ്യവസായ, ധനകാര്യ, നികുതി തുടങ്ങിയ മേഖലകളിലെ പരിഷ്കരണങ്ങൾ വരുന്നത് ഏന്നിട്ട് കഴിഞ്ഞാൽ അത് ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് BOT-യും PPP-യും. BOT എന്ന് വെച്ചാൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, PPP എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അതുപോലെ പുറംപണി കരാറ്, അതുപോലെ ഔട്ട്സോഴ്സിങ്, അത് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് BOT PPP എന്താണെന്ന് ചോദിക്കുക, ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കാം. അതുപോലെ പുറംപണി കരാറ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. അതുപോലെ തന്നെ ഈ വ്യവസായ, ധനകാര്യ, നികുതി മേഖലകളിലെ പരിഷ്കാരങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഒരു രീതിയിൽ ചോദിക്കാം. മനസ്സിലായോ? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്തപ്പോൾ കണ്ടു കാണും, പുറംപണി കരാർ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും, പലരും വർക്കൗട്ട് ചെയ്തപ്പോൾ കണ്ടായിരുന്നു നിങ്ങൾ. പുറംപണി കരാർ എന്തുകൊണ്ടാണ് നമ്മൾ പുറംപണി കരാർ ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, പുറംപണി കരാർ എന്തിനാ ചൂസ് ചെയ്യുന്നത് നമ്മൾ പുറംപണി കരാർ? അത് തന്നെയാണ് കുറഞ്ഞ വേതനത്തിന് അല്ലെ, കുറഞ്ഞ ശമ്പളത്തില് വൈദഗ്ധ്യമുള്ള ജോലിക്കാർ, കുറഞ്ഞ ശമ്പളത്തില് വൈദഗ്ധ്യമുള്ള ജോലിക്കാരെ ലഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ നമ്മൾ പുറംപണി കരാർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ അത് കണ്ടില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. പുറംപണി കരാർ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നിട്ട് കഴിഞ്ഞാൽ, ഒന്ന് കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി, വൈദഗ്ധ്യമുള്ള ജോലിക്കാരെ ലഭിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾ പുറംപണിയിലേക്ക് നമ്മൾ ഔട്ട്സോഴ്സിംഗ് ആയിട്ട് നമ്മൾ ഗൾഫിൽ പോയി നമ്മൾ ജോലി ചെയ്യാറുണ്ട്. ഒരു ഗൾഫിലുള്ള ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് ശമ്പളം തന്നാൽ മതിയാകോ? പോരാ. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ ശമ്പളം വേണം. അതുപോലെ അവിടുത്തെ ആൾക്കാർ ആ ജോലി ചെയ്യാൻ അറിയത്തുമില്ല അവർക്ക്. അപ്പൊ നമ്മൾ ഇവിടെ പോയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും കുട്ടികൾ, അവിടെ പോയിട്ട് നമ്മൾ ഈ ജോലി കുറഞ്ഞ ശമ്പളത്തിൽ, അതായത് അവിടുത്തെ ആൾക്കാരെ അപേക്ഷിച്ചിട്ട് അവരെക്കാളും കുറഞ്ഞ ശമ്പളം വാങ്ങിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഗൾഫിൽ ചെയ്യും. അതുപോലെ നമ്മൾ ഈ മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ ഔട്ട്സോഴ്സിങ് ചെയ്യാറുണ്ട്. ബംഗാളികളെന്ന് പറഞ്ഞുകൂടെ ഇപ്പൊ കിട്ടും, ഇപ്പൊ കൊണ്ടുപോകും കേട്ടാ. ആർട്ടിക്കിൾ 15 പ്രകാരം ഭാഷ, പ്രദേശം, ജന്മസ്ഥലം, വർഗം, ജാതി എന്നിവയുടെ പേരിൽ എന്ത് പാടില്ല കുട്ടികളെ? വിവേചനം പാടില്ല. ബംഗാളി എന്ന് പറഞ്ഞാൽ ഭാഷയുടെ പേരിലുള്ള വിവേചനമാണ്. ആര് പറഞ്ഞത്? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കട്ടെ. ഞാൻ അന്യ സംസ്ഥാന തൊഴിലാളികളൊന്നും പറയാൻ പാടില്ല, അതിഥി തൊഴിലാളികൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഹിന്ദിക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ ഭാഷ ഇല്ലടേതിൽ ആരുടേത്? രണ്ടെണ്ണത്തിന് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ജോമി തോമസ് അകത്താവും കേട്ടാ.
അതിഥി തൊഴിലാളികൾ, നമ്മളിപ്പോൾ അതിഥി തൊഴിലാളികളെ ക്ഷണിച്ച് വരുത്തുന്നത് എന്തിനാ? അതിഥി തൊഴിലാളികൾ നമ്മൾ ക്ഷണിച്ച് വരുത്തുന്നത് എന്തിനാന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി, നമ്മളെക്കാളും വൈദഗ്ധ്യം അവർക്കുണ്ട്, ഇല്ലേ? നീ എന്നാണ് ഇവന്മാർ മലയാളം പഠിപ്പിച്ച് ടീച്ചിങ് മേഖലയിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ അധ്യാപകർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കത്തില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ BSc ഒക്കെ പഠിപ്പിക്കുന്നത് ബംഗാളികളായിരിക്കും. അയ്യോ, ബംഗാളി എന്ന് ഞാനും പറഞ്ഞു. അപ്പം നേരത്തെ വെറുതെ വെട്ടിപ്പോയേട്ടാ, നമുക്ക് അറിയാതെ പറഞ്ഞാൽ കുഴപ്പമില്ല. ക്ലിയറാണ് കുട്ടികളെ? ഓക്കെ, അപ്പം ഇത് ഇത്രയും മനസ്സിലായല്ലോടാ? ഇത്രയും മനസ്സിലായില്ല? നന്നായി മലയാളം പറയും. ഓക്കെ, ഇപ്പൊ ഇല്ലേ കുറേയൊക്കെ ആൾക്കാർ പോയി ഇവിടെ നിന്ന്. കുറേ ഇപ്പൊ ഗവൺമെന്റ് കുറേ ഇതൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്, ലൈസൻസും കാര്യങ്ങളും ഒക്കെ. കാരണം ഇവന്മാരൊക്കെ എവിടെ നിന്നാണ് വരണതെന്നുള്ള കാര്യം ഇപ്പം ഈ പറയുന്ന ബംഗാൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാകാം. അവിടെയൊക്കെ ചിലപ്പോൾ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാകാം. മനസ്സിലായി? അതുകൊണ്ട് ഗവൺമെന്റ് കുറേ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, റൂളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പോയി ഇപ്പം, കേട്ടാ. പിന്നെ കൊടിയ പീഡനം ഇപ്പം തന്നെ നമ്മുടെ വൈഫിൻ്റെ ഒരു താവൂക്കാൻ വേണ്ടിയുണ്ട്. അവിടുത്തെ ആകുമ്പോൾ പാവം എനിക്ക് കരഞ്ഞു പോകും അവന്മാരെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ. ചുമ്മാ അവിടെ നല്ല ഫ്രണ്ട്ലിയാണ്. ഇവിടെ അച്ഛൻ അവരെ മോനെ എന്നൊക്കെ വിളിച്ച് ജോലിയൊക്കെ സോപ്പിട്ട് ചെയ്യിപ്പിച്ചോളും. ഇവർക്ക് ഈ പറയുന്ന പോലെ വലിയ സ്നേഹം കിട്ടൂലല്ലോ ഇവിടെ വരുമ്പം. അതൊരു തന്ത്രമാണ്. മോനെ എന്നൊക്കെ വിളിക്കുമ്പം പാവം മാമൻ എന്നൊക്കെ പോലെയാണ് നിൽക്കുന്നത്. ക്ലിയർ?